ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ആസിഫ് അലി നായകനെ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ്. ആസിഫ് അലി നായകനയ്ക്ക് പ്രീസ്റ്റ് സംവിധായകൻ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് രേഖാചിത്രം എന്ന് പേരിട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക്. ചിത്രത്തിൽ അനശ്വര രാജൻ കന്യാസ്ത്രീയുടെ വേഷത്തിലും ആസിഫ് അലി വീണ്ടും ഒരിക്കൽ കൂടി പോലീസ് വേഷത്തിലുമാണ് എത്തുന്നത്. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയുടെ മികച്ചൊരു ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ എല്ലാം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ചിത്രത്തിൽ ആസിഫ് അലി, മനോജ് കെ ജയൻ എന്നിവരെ കൂടാതെ വലിയൊരു താരനിര തന്നെ ഭാഗമാണ് എന്നാണ് ഈ കാണുന്ന ഒഫീഷ്യൽ കാസ്റ്റ് ലിസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. ചിത്രം വെറും 2 മാസങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമയാണ്. ഈ വർഷം ഡിസംബറിലെ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പ്ലാൻ ചെയ്യുന്ന ചിത്രം ആസിഫ് അലിയുടെ അടുത്തൊരു മികച്ചൊരു ഹൈപ്പർ റിലീസിന് മുന്നേ നേടിയെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ ഈ കാണുന്ന കാതോട് കാതോരം എന്ന സിനിമയുടെ ലുക്കിൽ എത്തുന്നുവെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കൂ രേഖ ചിത്രത്തിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട്. മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്കായിട്ട് ഒരുപാട് പ്രേക്ഷകരാണല്ലോ കാത്തിരിക്കുന്നത്. ഭീഷ്മപർവത്തിന് പിന്നാലെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് പലതവണ റൂമേഴ്സ് ആയിട്ട് നാം കേട്ടുകഴിഞ്ഞതാണെങ്കിലും ഇപ്പോഴത്തെ ആ വാർത്ത ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അടുത്ത വർഷം 2025 അമൽ നീരദിന്റെ ഏറ്റവും പുതിയ സിനിമയിൽ മമ്മൂട്ടി നായകനായിട്ട് എത്തുന്നു. ചിത്രം ബിലാൽ ആയിരിക്കുമോ അല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അതേസമയം ബോഗെയിൻ വില്ല എന്ന ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അമൽ നീരദ് സിനിമയ്ക്ക് ശേഷം ഇനി അമൽ നീരദ് ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത് മമ്മൂട്ടി നായകനെ എത്തുന്ന സിനിമ തന്നെയാണ്. ഇനി ഈ ഒരു കോംബോയുടെ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് വരേണ്ടത്. കാത്തിരിക്കൂ മമ്മൂട്ടി സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം.